സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായ നടപടി ശക്തമാക്കി അധികൃതർ. ഈ മാസം 16 മുതൽ 23 വരെ രാജ്യവ്യാപകമായി നടത്തിയ സംയുക്ത പരിശോധനകളിൽ 14,970 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് അറസ്റ്റിലായവരിൽ 7,437 പേർ താമസരേഖാ നിയമം ലംഘിച്ചവരാണ്. 3,542 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും 3,991 പേർ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിനുമാണ് പിടിയിലായത്. പരിശോധനയ്ക്കിടെ 1,626 പേർ അനധികൃതമായി സൗദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയും പിടിയിലായി. ഇവരിൽ 62% എത്യോപ്യൻ പൗരന്മാരും 37% യമൻ പൗരന്മാരുമാണ്. അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തുകടക്കാൻ ശ്രമിച്ച 3 പേരെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. നിയമലംഘകർക്ക് താമസ സൗകര്യം, ഗതാഗതം, തൊഴിൽ എന്നിവ ഒരുക്കിയെന്ന കുറ്റത്തിന് 18 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ആകെ 30,546 പേർക്കെതിരെ നിലവിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 13,251 പേരെ ഇതിനകം നാടുകടത്തി. 17,747 പേരുടെ യാത്രാരേഖ ശരിയാക്കുന്നതിനുള്ള നടപടികളും 6,113 പേർക്ക് മടക്കയാത്രാ ടിക്കറ്റുകൾ ക്രമീകരിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. അനധികൃതമായ രാജ്യത്തേക്ക് ആളുകളെ കടത്തുകയോ താമസ സൗകര്യമോ ഗതാഗതമോ തൊഴിൽ സൗകര്യമോ ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോടും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനം, ദുബായ്.